ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഇന്ന് റെസിപ്പി ആയിട്ടല്ല വന്നിരിക്കുന്നത്. നമ്മൾ കറി വെക്കാൻ വേണ്ടി മേടിക്കുന്ന മൺചട്ടികൾ എങ്ങനെ മെരുക്കിയെടുക്കാം എന്നുള്ള വീഡിയോ ആയിട്ടാണ്. ഇത് പലർക്കും അറിയാവുന്നതായിരിക്കും, അറിയില്ലാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക, മനസ്സിലാക്കുക. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആദ്യം തന്നെ ഞാൻ ഇവിടെ വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ പ്ലാസ്റ്റിക് പാത്രമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഇതിലേക്ക് നമുക്ക് കഞ്ഞിവെള്ളവും അരി കഴുകിയ വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പാത്രമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 2 ദിവസത്തെ ഒന്നിച്ച് കഞ്ഞിവെള്ളവും അരി കഴുകിയ വെള്ളവും എടുത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്കിത് മുക്കി വയ്ക്കാൻ ഉണ്ടാവും. അപ്പോൾ ഞാൻ എല്ലാ മൺപാത്രങ്ങളും ഇതിലേക്ക് മുക്കി വയ്ക്കുകയാണ്. അതിനുശേഷം ഇത് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പാകത്തിന് ഞാൻ പച്ചവെള്ളവും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് ഒരു ദിവസം ഫുള്ളായിട്ട് ഇതിങ്ങനെ മുക്കി വയ്ക്കണം. ഒരു ദിവസത്തിന് ശേഷം ഈ കഞ്ഞിവെള്ളവും കളയുക. എന്നിട്ട് വേറെ പുതിയ കഞ്ഞിവെള്ളവും അരി കഴുകിയ വെള്ളവും പച്ചവെള്ളവും കൂടി ഒരു ദിവസം കൂടി നമ്മൾ ഇതുപോലെ മുക്കി വയ്ക്കുക. അങ്ങനെ ഞാൻ 2 ദിവസം മുക്കി വെച്ച പാത്രമാണ് ഇത്. നമുക്ക് ഒരു ചകിരി ഉപയോഗിച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. കാരണം ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് ചെളിയും മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ചകിരിയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് സ്ക്രബ്ബറോ എന്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. സോപ്പ് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. കാരണം ഈ മൺകലത്തിൽ ചെറിയ ചെറിയ സുഷിരങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ സോപ്പ് കയറിയിരിക്കും. അപ്പോൾ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സ്മെല്ലും അതിൻ്റെ ടേസ്റ്റും നന്നായിട്ട് നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. എന്നിട്ട് ഇത് കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഗ്യാസിൽ വെച്ചിട്ട് ഉണക്കിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പിടി സവാളയും ഒരു പിടി തേങ്ങയും ചേർത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം വയ്ക്കാം. നമ്മളിങ്ങനെയൊക്കെ ചെയ്യണത് നമ്മുടെ കലത്തിന് നല്ല സ്മെല്ല് കിട്ടാനും അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഞ്ഞിവെള്ളത്തിലൊക്കെ മുക്കി വെക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വെട്ടിത്തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതും വളരെയധികം ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിൽ നിങ്ങൾ ചട്ടി ഗ്യാസിൽ വെക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് പൊട്ടിപ്പോകും. ഇനി ഇത് നന്നായിട്ട് വെട്ടിത്തിളക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി അതുപോലെ തന്നെ മൂടിയിലും തേച്ച് പിടിപ്പിക്കാം. മൂടി പിന്നെ വെട്ടി തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വെയിലത്ത് വെച്ചാൽ മാത്രം മതി. ഇത് ഞാൻ തൈര് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തതാണ്. ഇത് ഞാൻ ജസ്റ്റ് വെള്ളം തിളപ്പിച്ച് കളയുന്നുള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് വെട്ടിത്തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ പാത്രങ്ങളെല്ലാം വെള്ളം തിളച്ചതെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഓരോന്നിലേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് കറികൾക്കെല്ലാം വെളിച്ചെണ്ണയുടെ സ്മെല്ല് വരുന്നതാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് നെയ്യിൻ്റെ സ്മെല്ലോ അല്ലെങ്കിൽ എണ്ണയുടെ സ്മെല്ലൊക്കെ വരുന്നത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അത് തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. നമ്മൾ ഏതാണോ തേച്ച് പിടിപ്പിക്കുന്നത് അതായിരിക്കും പിന്നെ നമ്മുടെ കറികൾക്ക് വരുന്ന ടേസ്റ്റ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. നന്നായിട്ട് ഇതിൻ്റെ ഉൾഭാഗം മുഴുവനും തേച്ച് കൊടുക്കുക. കുറച്ച് കഴിയുമ്പോൾ തന്നെ ഈ എണ്ണയൊക്കെ ഇങ്ങനെ അബ്സോർബ് ചെയ്യണമെന്ന് നമുക്ക് അറിയാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വെയിലത്ത് വെച്ച് ഒന്നും കൂടി ഉണക്കിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ പണ്ടൊക്കെ കാർന്നവന്മാർ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉമിക്കരി ഉണ്ടാക്കലായിരുന്നു. എന്ന് വെച്ചാൽ നെല്ല് കുത്തണ ഉമി എടുത്ത് ചട്ടിയിലിട്ട് വറുത്തെടുക്കുമായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ അങ്ങനെ ഉമിയൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ ആരും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ അത് കത്ത് പിടിക്കാനും സാധ്യതയുണ്ട്. അപ്പം ഞാൻ ഇവിടെ വെയിലത്ത് നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ തൈര് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, വേറെ ഒന്നും ഇതിലുണ്ടാക്കുന്നില്ല. അതുപോലെ തന്നെ പച്ചക്കറി വേവിക്കുന്ന പാത്രത്തിൽ നിങ്ങൾ എപ്പോഴും പച്ചക്കറി ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതുപോലെ മീൻകറി ഉണ്ടാക്കുന്ന പാത്രത്തിൽ എപ്പോഴും മീൻകറി ഉണ്ടാക്കാൻ ശ്രമിക്കുക. എന്നാലേ നമ്മുടെ കറികൾക്ക് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ചട്ടികളൊക്കെ കറി വെക്കാൻ പാകത്തിന് ഇവിടെ നന്നായിട്ട് മെരുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് അറിയില്ലാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചട്ടികളൊക്കെ നല്ല ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ, താങ്ക് യു.